നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ സാക്രിഫൈസുകളുള്ള ഒരു ഗെയിം നോക്കാം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ വൈറ്റിൻ്റെ കരുക്കളെല്ലാം സഞ്ചാര സൗകര്യമുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ കരുക്കൾ ഇരിക്കുന്നത് ഡെവലപ്പാണെങ്കിൽ പോലും സഞ്ചാര സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കിങ് ഇരിക്കുന്ന സ്ഥലത്തുനിന്നും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് F7-ലിരിക്കുന്ന കിങ്ങിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ക്രോസ് E6, നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് E6-ൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്നു. അതോടൊപ്പം ക്യൂനിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. കിങ് ക്രോസ് E6. ഈ പൊസിഷനിൽ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ഗെയിം ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ D5 പ്ലസ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിനെ ആക്രമിക്കുന്നു. എന്നാൽ F6-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ വെട്ടിയെടുക്കുക. നൈറ്റ് ക്രോസ് D5. വൈറ്റിൻ്റെ C3-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചും E4-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചും D5-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കുക. പോൺ ക്രോസ് D5 പ്ലസ് കിങ് E5, ബിഷപ്പ് F4 പ്ലസ്. ഇപ്പോൾ ചെസ് ബോർഡിൻ്റെ ഒരു കോർണർ സൈഡിലിരുന്നിരുന്ന കിങ് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് മിനിമം 3 പീസ് വേണമെന്നാണ് പറയാറുള്ളത്. എന്നാൽ വൈറ്റിൻ്റെ എല്ലാ കരുക്കളെയും സെൻറ്റർ ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലാണ് കരുക്കളിരിക്കുന്നത്. കിങ് F6, ബിഷപ്പ് H6. ബിഷപ്പ് H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് നൽകുവാൻ വൈറ്റിന് സാധിക്കുന്നു. അതോടൊപ്പം G7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക കൂടി ചെയ്യുന്നു. കിങ് E5, RaE1 പ്ലസ് കിങ് D4. ബ്ലാക്കിൻ്റെ കിങ്ങിന് മറ്റു കളങ്ങളിലേക്ക് ഒന്നും തന്നെ നീക്കം നടത്തുവാൻ സാധിക്കില്ല. ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുകയാണെങ്കിൽ C5 എന്ന സ്ക്വയറിലേക്ക് മാത്രമാണ് കിങ്ങിന് നീക്കം നടത്തുവാൻ സാധിക്കുക. റൂക്ക് F4 പ്ലസ് കിങ് C5. അടുത്ത ഒരു നീക്കത്തോടു കൂടി ചെക്ക് മേറ്റ് ആകുന്നു. പോൺ B4 പ്ലസ് ചെക്ക് മേറ്റ്.